ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കുട്ടിക്കലാശം അതിൻ്റെ അവസാന മണിക്കൂറിലേക്ക് എത്തുകയാണ്. എല്ലായിടത്തും ആവേശ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട പ്രചാരണ വിഷയങ്ങൾ, മാറിമറിഞ്ഞു വന്ന വിഷയങ്ങളൊക്കെ. പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന മേൽക്കൈ ഒരുപക്ഷെ അതിൻ്റെ ഒരു ദിശാസൂചിയായി മാറിയത് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. ഇത്തവണയും അത്തരമൊരു മുന്നേറ്റം തന്നെ LDF പ്രതീക്ഷിക്കുകയാണല്ലോ. UDF എങ്ങനെയാണ് നിലവിലെ സാഹചര്യത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുന്നത് ശ്രീജിത്ത്? നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന സെമി ഫൈനലായാണ് സാധാരണ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ വിശേഷിപ്പിക്കാറുള്ളത്. കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പാണ് കഴിഞ്ഞ കുറേ നാളുകളായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന മുന്നണികൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഒരു തങ്ങളുടെ ജനങ്ങളുടെ ചിന്ത ഏത് ദിശയിലേക്കാണ് എന്നതിനെ പറ്റിയുള്ള ഒരു ചിത്രം നൽകാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉപകരിക്കുമെന്നാണ് അവർ പൊതുവെ കരുതുന്നത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധി തീർത്തും അനുകൂലമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേപടി മാറണമെന്നില്ല. അങ്ങനെ 2015 അതിന് ഭിന്നമായ നിലപാടുകളും കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നടന്ന 2020 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുന്നത് കണ്ടു. എന്നാൽ ഇത്തവണ പിണറായി വിജയൻ സർക്കാരിന്റെ മൂന്നാം ഭരണം അതൊരിക്കലും ഉണ്ടാകില്ല, ചരിത്രം തിരുത്തിക്കൊണ്ട് UDF അധികാരത്തിലേക്ക് വരും എന്നാണ് UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ LDF ആകട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും തുടർഭരണം ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് വളരെ വേഗത്തിൽ നടന്നെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം നല്ല ആത്മവിശ്വാസത്തിലാണ്. ഈ ജനങ്ങളുടെ വികാരം തങ്ങൾക്ക് പൊതുവെ അനുകൂലമാണ്. പ്രത്യേകിച്ചും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചടക്കമുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചടക്കമുള്ള തീരുമാനങ്ങൾ UDFനേക്കാൾ തങ്ങൾക്ക് മേൽക്കൈ ഉണ്ടാക്കും എന്ന വിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വലിയ വിഷയങ്ങൾ, ജനങ്ങളെ വൈകാരികമായി ബാധിക്കുന്ന വിഷയങ്ങളിൽ ജനങ്ങൾ സർക്കാരിന് പൂർണ്ണമായും എതിരാണ്. ചരിത്രത്തിലില്ലാത്ത വിധം, കേട്ടുകേൾവിയില്ലാത്ത വിധം അയ്യപ്പന്റെ അമൂല്യമായ വസ്തുക്കൾ കൊള്ളയടിക്കുന്ന നിലയുണ്ടായിട്ടിരിക്കുന്നു. അതൊക്കെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് UDFന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് 2020 മെച്ചപ്പെട്ട ഒരു ഫലം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കും, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കും എന്നാണ് UDF നേതൃത്വം പൊതുവിൽ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തിരുവനന്തപുരം പേരൂർക്കടയിൽ നിന്നുള്ള കൊട്ടിക്കലാശത്തിന്റെ ദൃശ്യങ്ങളാണ്. 3 മുന്നണികളും ഇവിടെ തമ്പടിച്ചിരിക്കുന്നു. വലിയ തോതിലുള്ള ആരവങ്ങൾ ഇവിടെ ഉയരുന്നു, മുദ്രാവാക്യങ്ങൾ ഉയരുന്നു, ചെണ്ടമേളങ്ങൾ, ആർപ്പുവിളികളൊക്കെ തന്നെ ഉയരുന്നു. അങ്ങനെ ഏറ്റവും ആവേശകരമായ തെരഞ്ഞെടുപ്പ് കാഴ്ചയാണ് തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ നിന്ന് നമ്മൾ കാണുന്നത്. പേരൂർക്കടയിൽ ആവേശ കാഴ്ചകളാണ് ഇപ്പോൾ ശ്രീജിത്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. കുട്ടിക്കലാശ മണിക്കൂറുകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.